മായിക ദൃശ്യങ്ങളാൽ ശ്രദ്ധേയമായ കുമാരി സിനിമയിലെ ലൊക്കേഷനുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? അതെ, പാമ്പാക്കുടയിലെ കൊച്ചിറീക്കൽ ഗുഹയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. എറണാകുളം ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ പാമ്പാക്കുടയിലാണ് അധികം ആരും കേട്ടിട്ടില്ലാത്ത ഈ വിനോദസഞ്ചാര കേന്ദ്രം. നമ്മുടെ കൊച്ചിയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ പ്രകൃതി മനോഹരമായ സ്ഥലമുള്ളത്. ഇവിടെ ഏറ്റവും അടുത്ത ടൗൺ എന്ന് പറയുന്നത് പിറവമാണ്. അവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇവിടെ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. എൻട്രൻസിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടെ വരുന്നവർ നിർബന്ധമായും പാലിക്കേണ്ടവയാണ്. ഇതിനുശേഷം താഴോട്ടുള്ള കൽപ്പടവുകൾ ഇറങ്ങി ചെന്നാൽ കാണുന്നത് പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഒരു ലോകമാണ്. കരിങ്കൽ പാകിയ നടവഴികളിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കൂറ്റൻ ചീനിമരങ്ങളുടെ വേരുകളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഭീമാകാരമായ ഈ ചീനിമരങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഈ വേരുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഈ കാണുന്ന വേരുകളിലൂടെ മുകളിലോട്ട് കയറിയാൽ മറ്റൊരു പ്രധാന ആകർഷണമായ അരീക്കൽ ഗുഹയുടെ ഉള്ളറകളിലേക്ക് ചെല്ലാം. ഒരു കൂറ്റൻ ചീനിമരത്തിൻ്റെ വേരാണ് ഈ ഗുഹയ്ക്ക് സംരക്ഷണമേകുന്നത്. ഈ ഗുഹയ്ക്ക് ഒരു ചരിത്രമുണ്ട് കേട്ടോ. പണ്ട് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് മുമ്പുള്ള വടക്കൻകൂർ നാട്ടുരാജ്യത്തിൻ്റെ നാട്ടുരാജാക്കന്മാർ അവരുടെ പടക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഒരു ഗുഹയാണത്രേ ഇത്. പണ്ട് ഈ ഗുഹകൾക്ക് 3 കിലോമീറ്ററോളം ദൂരമുണ്ടെന്നൊക്കെ ആയിരുന്നു കണക്ക്. എന്നാൽ ഇത്രയും ദൂരമൊന്നും നമുക്ക് കാഴ്ചയിൽ തോന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച പറഞ്ഞറിയിക്കാനാകാത്തതാണ്. ഇവിടെ കാണുന്ന ഈ മരങ്ങൾക്ക് കീഴെയുള്ള പാറകൾക്കിടയിലൂടെ ഒരു ഉറവ ഒഴുകുന്നുണ്ട്. ഈ ഉറവ വന്ന് വീഴുന്നത് ചെറിയൊരു അരുവിയിലേക്കാണ്. ഈ ഉറവയിലൂടെ വരുന്ന വെള്ളമാണ് ഇവിടുത്തെ ആളുകൾ കുടിവെള്ളമായും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മലിനമാക്കരുത് എന്നുള്ളൊരു ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണേ.
ചെന്ന് പതിക്കുന്നത് കൊച്ചരികലിലെ മറ്റൊരു ആകർഷണമായ ഈ കുളത്തിലേക്കാണ്. മഴക്കാലത്ത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഈ കുളം സമ്മാനിക്കുന്നത് വേറൊരു അനുഭൂതി തന്നെയായിരിക്കും. ഒരുപാട് താഴ്ചയില്ലാത്ത ഈ കുളം പ്രായഭേദമന്യേ ആർക്കും ആസ്വദിക്കാവുന്നതാണ്. ഇനി നീന്തൽ പ്രിയരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ കുളത്തിലൊന്ന് നീന്താട്ടോ. ഫാമിലി ആയിട്ട് കുറച്ചു നേരം ചിലവഴിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഇവിടെ സന്ദർശിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കുകളും കമൻറ്റുകളുമായിട്ട് രേഖപ്പെടുത്തണേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.